എന്തിനാണ് നിങ്ങളെ സൂട്ട് ഒരു വർഷത്തിൽ 3-4 തവണ ഡ്രൈ ക്ലീനിന് കൊടുക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ചില സൂട്ടിലൊക്കെ ബബിൾസ് കാണാം. അത് നമ്മൾ ഫസ്റ്റ് ടൈം വെയർ ചെയ്യുമ്പോൾ നല്ലൊരു സ്ട്രക്ചറൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഡ്രൈ ക്ലീൻ കൊടുത്ത് അത് വെയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഫുള്ള് ബബിൾസ് ആയിരിക്കും. കാരണം ഇതിൻ്റെ ഇടയിലുള്ള ഗ്ലൂ റിലീസ് ആയിട്ട് മൊത്തം ബബിൾസും അതേപോലെ ഇത് ശ്രിങ്കേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിനെക്കൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം വെയർ ചെയ്ത ഒരു കംഫർട്ടോ ഒരു കോൺഫിഡൻസോ ഒരിക്കലും ഡ്രൈ ക്ലീൻ ചെയ്ത് കൈ കിട്ടിയതിന് ശേഷം വേറെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല. ഒരു കാരണവശാലും ഒരു സൂട്ട് ആയിക്കോട്ടെ, ഷർവാണി ആയിക്കോട്ടെ, ജോധ്പൂരി ആയിക്കോട്ടെ, എന്തെന്നാണെങ്കിലും ഇത് മേക്ക് ചെയ്യണ മെത്തേഡ് ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. അത് ഒരു വർഷത്തിൽ മാക്സിമം 2 തവണ ഡ്രൈ ക്ലീൻ ചെയ്യാവും മാക്സിമം. പ്രത്യേകിച്ച് നിങ്ങളെ സൂട്ട് ഒരു ഫ്യൂസ്ഡ് സൂട്ട് ആണെന്നുണ്ടെങ്കിൽ അത് വൺസ് ഇൻ എ ഇയർ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഫ്യൂസ്ഡ് സൂട്ടിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ക്ലീനിന് കൊടുക്കുമ്പോൾ തന്നെ ഈ ഫ്യൂസിങ്ങിൻ്റെയും ഫാബ്രിക്കിൻ്റെ ഇടയിലുള്ള ഗ്ലൂ റിലീസായിട്ട് ബബിൾസ് വരും. പക്ഷേ ക്യാൻവാസിൽ മേക്ക് ചെയ്ത സൂട്ടിന് അത്ര പ്രശ്നം വരില്ല. എങ്കിൽ പോലും അതൊരു 2 തവണ ഡ്രൈ ക്ലീൻ ചെയ്യാവും. ഫ്യൂസിംഗ് ആണെങ്കിൽ ഫ്യൂസിങ്, ക്യാൻവാസ് ആണെങ്കിൽ ക്യാൻവാസ്, ഇനി ഷോൾഡർ പാഡ്, നമ്പട്ടി, ഇങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഈ ഓരോ ഫാക്ടേഴ്സും എന്ത് സംഭവിക്കും, ഡ്രൈ ക്ലീൻ ചെയ്യുന്തോറും ഡാമേജ് ആവും. ഈ ഫാക്ടേഴ്സ് ഉള്ളിൽ ഡാമേജ് ആകുമ്പോൾ നമ്മൾ സൂട്ടിൻ്റെ ഷേപ്പ് മിസ് ഔട്ട് ആയി പോകും. സോ നിങ്ങൾ ഒരു വർഷത്തിൽ 2-ൽ കൂടുതൽ തവണ നിങ്ങളെ സൂട്ട് ഡ്രൈ ക്ലീൻ ചെയ്യാതിരിക്കാൻ നോക്കുക. നിങ്ങൾ യൂസ് ആൻഡ് ത്രോ കോൺസെപ്റ്റ് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ യൂസ് ചെയ്യുക, ത്രോ ചെയ്യുക. ബട്ട് നിങ്ങൾക്ക് പിന്നീട് അതൊരു കാണാനും അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും വേറെ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കാം.